എരിപുരത്ത് വെച്ച് നിൽക്കൂ സാർ, എരിപുരത്ത് വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം പലയിടങ്ങളിലും കരിങ്കൊടി ഉണ്ടായെങ്കിൽ പോലും സംഘർഷം ഉണ്ടായില്ല. പിന്നീട് എറണാകുളത്ത് വെച്ച്, പിന്നീട് ആലപ്പുഴയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ നേരിട്ട് ആക്രമിക്കുകയാണ്. പിന്നീട് കൊല്ലത്ത് വെച്ച്, ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച്. നോക്കൂ, ഗവൺമെൻറ് ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. ആ പരിപാടി ഭംഗിയായി നടത്തി കൊണ്ടുപോകാനല്ലേ ഗവൺമെൻറ് ശ്രമിക്കേണ്ടത്? ഒന്ന്, പോലീസ് ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുക, മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ അതിക്രൂരമായി മർദ്ദിക്കുക, പിന്നെ ഈ വോളണ്ടിയർമാർ എന്ന് പറഞ്ഞ് ഡിവൈഎഫ്ഐക്കാരെ ഇറക്കി ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ, അതിക്രൂരമായിട്ടുള്ള മർദ്ദനം, സംഘർഷമുണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആർക്കാണ് പിടിപ്പുകേടില്ല എന്ന് ജനം വിലയിരുത്തുക? അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, സംസ്ഥാന സർക്കാരല്ലേ, പിണറായി വിജയനല്ലേ? ഇവിടെ മന്ത്രിമാരെല്ലാവരുടെ ഓരോരോ വാഹനങ്ങൾ വന്നാൽ ഇവർക്ക് മന്ത്രിമാരെ ആരെയെങ്കിലും കിടന്ന് ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്താൽ നവകേരള യാത്ര സുഗമമായി മുന്നോട്ട് പോവില്ലല്ലോ. അപ്പോൾ ഒരു ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യാം എന്നൊരു തീരുമാനമെടുത്തു. അതിനാണ് നമ്മൾ 4 ദിവസം ചർച്ച ചെയ്തത്. ആ ബസ് എന്തെല്ലാം സംഭവമുള്ളതാണ്, അതിൻ്റെ സ്വിമ്മിംഗ് പൂളുണ്ട്, പിന്നെ ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞു ദൂർത്താണ്. ഈ യാത്രയിൽ എന്ത് ദൂർത്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മുഖ്യമന്ത്രി മന്ത്രിമാരുടെ ഒരു വണ്ടിയെ വരുന്നു, അവരൊരു സ്ഥലത്ത് പ്രസംഗിക്കുന്നു, 4 സ്ഥലത്താണ്, അവിടെ പരാതികൾ സ്വീകരിക്കുന്നു, രാവിലെ ഒരു പ്രഭാതയോഗം നടത്തുന്നു, ഒരു പത്രസമ്മേളനം നടത്തുന്നു. ഇതിനിടയ്ക്ക് മന്ത്രിമാർ നാട്ടുകാരുമായി സംവദിക്കുന്നുണ്ട് രാവിലെ മുതൽ. ഇതിലെന്ത് ദൂർത്താന്ന് മനസ്സിലായില്ല. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ 2.5 കൊല്ലക്കാലം കഴിയുമ്പോൾ ആ മന്ത്രിമാർ ഞങ്ങൾ ചെയ്ത കാര്യം അല്ല, ദയവായി ഒരു വാക്കൂടെ, ഞങ്ങൾ ഒരു സർക്കാർ പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്നാൽ ഇവര് താങ്കളുടെ ചർച്ചയിൽ എന്നെ ക്ഷണിക്കുമ്പോൾ ശ്രീ നികേഷ് കുമാർ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. നികേഷ് കുമാർ, താങ്കളുടെ ചർച്ചയിൽ എന്നെ ക്ഷണിച്ചത് എന്റെ യൂത്ത് കോൺഗ്രസിന്റെയോ പ്രതിനിധിയായിട്ടല്ല എന്നെ ഇന്ന് ഇവിടെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. ഞാൻ എന്നെ പാർട്ടി ഔദ്യോഗിക പ്രതിനിധിയായിട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുമില്ല. എന്നെ ഭിന്നശേഷിത്വത്തെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതികരണങ്ങൾക്ക് വേണ്ടിയാണ് താങ്കൾ എന്നെ ക്ഷണിച്ചത്. പക്ഷെ താങ്കൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളല്ല ഇവിടെ വരുന്നത്. താങ്കൾ കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ ചർച്ചയിൽ എന്നെ ഉൾപ്പെടുത്തണ്ട. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ഇവിടെ ഒരു അജ്മോൻ കണ്ടല്ലൂര്, താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ നിലയിലുള്ള ഡയറക്ഷൻ ലഭിച്ചിട്ടുണ്ടാകും, അത് ഞാൻ മാനിക്കുന്നു. താങ്കളുടെ ഭിന്നശേഷി പ്രശ്നത്തിൽ ഉണ്ടായിട്ടുള്ള അക്രമവുമായി ബന്ധപ്പെട്ട് ഒരു ഡയറക്ഷനും ലഭിച്ചിട്ടില്ല. താങ്കളടക്കമുള്ള ഈ ചാനലില് താങ്കളടക്കമുള്ള ചാനലിൽ നിന്ന് താങ്കളുടേതടക്കമുള്ള ചാനലിൽ നിന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകാൻ പറ്റില്ല. ഒരു ഡയറക്ഷൻ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ? ഞാൻ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ എന്റെ പ്രതികരണങ്ങളിലേക്ക് നിങ്ങൾ ചെവി കൊടുക്കുന്നില്ല. ഈ ഇ പി ജയരാജൻ അടക്കമുള്ള ചർച്ചയാണ്. ഒരു മിനിറ്റ്, ഞാൻ താങ്കളിലേക്ക് വരുമല്ലോ. ഇത് ഒരാളിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കുന്ന രീതിയിലുള്ള ചർച്ചയല്ല. അജിമോൻ കണ്ടല്ലൂർ, ഒന്ന് കേൾക്കൂ ദയവായി സർ. അങ്ങയോടുള്ള പൂർണ്ണ ബഹുമാനത്തോടു കൂടി ഞാൻ ചോദിക്കുകയാണ്. നോക്കൂ, നമ്മൾ ഒരു ചർച്ച എന്നുള്ള നിലയിൽ താങ്കൾക്ക് പറയാനുള്ള കാര്യം ഞാൻ കേട്ടല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാറിനെയാണ് കേൾക്കുന്നത്. വീണ്ടും താങ്കളിലേക്ക് വരും. അപ്പോൾ ഇനി ഏതെങ്കിലും പോയിന്റ് താങ്കൾക്ക് ആദ്യഘട്ടത്തിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് താങ്കൾക്ക് തോന്നുകയാണ് എങ്കിൽ അടുത്ത ഘട്ടത്തിൽ അതുകൂടി കൂട്ടിച്ചേർക്കാം. താങ്കളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മുന്നോടിയായി തന്നെ അതുകൂടി കൂട്ടിച്ചേർക്കാം. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി പോകും. താങ്കൾ എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിട്ടില്ലെങ്കിലും പോലും ചർച്ചകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ തുടരുക. അപ്പം അതുകൊണ്ട് ഈ യാത്ര എന്ന് പറയുന്നത് ഈ പറയുന്ന എന്ത് ദൂർത്താണെന്നും മനസ്സിലായിട്ടില്ല. ഇവിടുത്തെ പ്രതിപക്ഷത്തിന് UDF-നെ പറയാം. അപ്പോൾ അവർ കുറ്റപത്രം തയ്യാറാക്കുന്നുണ്ട്. കേരളത്തിലെ മന്ത്രിസഭയോട് പറയാം, ഇന്നാണ് കുറ്റപത്രം. നവകേരള സദസ്സിനോട് ഞങ്ങൾ എന്തുകൊണ്ട് വിയോജിക്കുന്നു? അവർ കേരളത്തോട് പറഞ്ഞിട്ടുണ്ടോ? ഗവൺമെൻറ് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞു നാളെ ഒരു ദിവസം കൂടിയുണ്ട്, നിങ്ങൾ നിലപാട് തിരുത്തുവോ? എന്തിനാ ഈ കരിങ്കുടി കാണിക്കുന്നത്? പണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കുറേ കരിങ്കുടി ഉണ്ടായിരുന്നു. സ്വപ്നയ്ക്ക് 6 കോടി രൂപ ഈ ശിക്ഷ വീഴ്ചയോടുകൂടി പിന്നെ ഇപ്പൊ എന്താണ് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. കല്യാശ്ശേരിയിൽ ഇങ്ങനെ ചില വിദ്വാൻമാര്, അല്ല ഞാൻ പറയുന്നത് കല്യാശ്ശേരിയിൽ, അതെ കല്യാശ്ശേരിയിൽ ഇങ്ങനെ വന്ന് കുറെ പേര് ഈ ചാടാനായിട്ട് നിൽക്കും എന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റും?
പെരുമ്പാവൂർ എറിയാനായിട്ട് ഷൂസുമായിട്ട് നിൽക്കും നമുക്കെങ്ങനെ അറിയാം? അറിഞ്ഞതെല്ലുണ്ട്, അതിപ്പോൾ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട്. നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഇവർ സംഘടിക്കുമ്പോൾ പോലീസിന് പോലും വിവരമില്ല. പക്ഷെ അവിടെ യാദൃശികമായി അവിടെ ഉണ്ടാകുന്ന ആളുകൾ എന്തോ അവർ പ്രതികരിക്കാറുണ്ട്. അത് DYFIയോ CPMോ ഏതെങ്കിലും തരത്തിൽ തീരുമാനമെടുത്തിട്ടല്ല. അപ്രഖ്യാപിതമായ ചില സംഭവങ്ങൾ വരുമ്പോൾ സാധാരണഗതിയിൽ ഒരു പോലീസ് ആക്ഷൻ ഉണ്ടാവേണ്ടടുത്ത് പോലീസ് ആക്ഷൻ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചിലപ്പോൾ പോലീസ് ആക്ഷൻ മൃദുവായിട്ടാണെങ്കിൽ ചിലപ്പോൾ അതികഠിനമായിട്ടുള്ള പോലീസ് ആക്ഷനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതങ്ങനെ അല്ലല്ലോ. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ DYFIക്കാർ ഈ ക്രമസമാധാന പരിപാലനത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് പോലെ പെരുമാറുന്നു. ഇന്നെന്താ കാട്ടാക്കടയിൽ സംഭവിച്ചത്? അഡ്വക്കേറ്റ് അനിൽകുമാർ, കാട്ടാക്കടയിൽ മുഖ്യമന്ത്രിയുടെ വാഹനം വന്നുകൊണ്ടിരിക്കുന്നു. ശരിയാണ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കറുത്ത കൊടി ഉയർത്തി ഒരുപക്ഷെ വാഹനത്തിന് മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനം എന്താ ചെയ്യുന്നത്? ആ മുഖ്യമന്ത്രിയുടെ ബസ്സിന്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിൻ്റെ അടുത്തേക്ക് യൂത്ത് കോൺഗ്രസ്സുകാർ എത്താതിരിക്കാൻ വേണ്ടി ഈ അവരുടെ അകമ്പടി വാഹനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കാലിലൂടെ എന്നുള്ളത് കാലിൽ മാത്രം പരിക്കേറ്റതുകൊണ്ട് നമ്മൾ പറയുകയാണ്. ആ വശത്തിലൂടെ ആ വാഹനം ഓടിക്കുന്നതിലൂടെ വേണമെങ്കിൽ ജീവാപായം വരെ ഉണ്ടാകുന്ന വിധത്തിലേക്ക് ആ പറയുന്ന വാഹനത്തിന് മാറാൻ കഴിയുമെന്നുള്ളതാണ്. ഇത്രമാത്രമൊക്കെ ആളുകളെ ഭയക്കേണ്ടതുണ്ടോ? ഇത്രമാത്രമൊക്കെ പ്രതിഷേധത്തെ ഭയക്കേണ്ടതുണ്ടോ? അവിടെ ഞങ്ങൾ പ്രതിഷേധത്തെ ഭയക്കുന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ വ്യക്തമാക്കിയത്? KPC പ്രസിഡന്റ് പറഞ്ഞ എന്താ? ഞങ്ങളുടെ കുട്ടികൾ വണ്ടിയുടെ മുന്നിൽ ചാടി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്കെന്താ? അപ്പോൾ വണ്ടിയുടെ മുന്നിലേക്ക് ആരെങ്കിലും ചാടണം. സുനിൽ കനകൂലു പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ദുർബല പശ്ചാത്തലത്തിലുള്ള ഒരാൾ, അത്തരം ഒരാളെ ഒരു രക്തസാക്ഷിയാക്കി കിട്ടിയാൽ സർക്കാരിനെതിരായി നമുക്ക് കത്തിക്കാം. അതിനുവേണ്ടി ഇവരെന്താ ചെയ്യുന്നത്? മുഖ്യമന്ത്രിയുടെ വാഹനം വരുമ്പോൾ അതിന് മുന്നിലേക്ക് ആളെ തള്ളിയിടാനോ ചാടാനോ തയ്യാറായി വരും. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് അകമ്പടി സേവിക്കുന്നവരെന്താ നോക്കണത്? ആ വാഹനം അപകടത്തിൽപ്പെടാതിരിക്കാനും ആ വാഹനവുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടാകാതിരിക്കാനും അവർ മുമ്പിലും പിന്നിലും സഞ്ചരിക്കുന്നുണ്ട്, സൈഡ് കയറി ഇറങ്ങി സഞ്ചരിക്കുന്നുണ്ട്. ഇന്നെന്താ കാട്ടാക്കടയിൽ കണ്ടത്? ബഹുമാനപ്പെട്ട നികേഷ് കുമാർ അത് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ, ഒന്നുകൂടെ ദൃശ്യം കണ്ടാൽ പട്ടികയുണ്ടോ ഇവരുടെ കയ്യിൽ? കരികൂട് കാണിക്കുന്ന പട്ടിക ഉപയോഗിച്ച കാട്ടാക്കടയിൽ പട്ടികയായിട്ട് വന്ന് കടന്നാക്രമണം നടന്ന് നമ്മൾ കണ്ടില്ലേ? അവിടെ തത്സമയത്ത് പ്രതിരോധം നടത്തിയുള്ള അവസ്ഥ എന്താണ്? അഡ്വക്കേറ്റ് അനിൽകുമാർ, അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പലതവണ പ്രതിപക്ഷത്തായിരിക്കുമ്പോഴാണല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംഘർഷം ഉണ്ടായിട്ടുള്ളത്. പോലീസുമായിട്ടുള്ള സംഘർഷം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിപക്ഷത്തായിരിക്കുന്ന ഘട്ടത്തിലാണ്. ഇവിടെ ആ നിലയിലുള്ള പ്രതിഷേധത്തിന് മുകളിലൂടെ വണ്ടി കയറ്റി ആ പ്രതിഷേധത്തെ ചതച്ചരച്ച് കളയാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ആ നിലയിൽ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാനാകുമോ? അവിടെയാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. ഞങ്ങൾ വണ്ടി കയറ്റുമെന്നല്ല പറഞ്ഞത്. വണ്ടി അതുകൂടി വരുമ്പോൾ അതിൽ ആളുകൾ അതിൽ അടിപ്പെട്ട് പോയാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് KPC പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. നിങ്ങൾക്കെന്താ ബുദ്ധിമുട്ട്? ഞങ്ങൾ വണ്ടി കയറ്റുമെന്നല്ല. അപ്പം ഇവരുടെ അജണ്ട എന്താണ്? ഏറ്റവും ദുർബല ജീവിത പശ്ചാത്തലമുള്ള ഒരാളെ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത്. അതിലൂടെ തെറ്റിദ്ധരിപ്പിക്കുന്ന അജിമോൻ, ഞാൻ അജിമോനിലേക്ക് വരും കേട്ടോ. അതെ, അദ്ദേഹത്തിന്റെ നിലപാടതാണ്. അദ്ദേഹം സന്തോഷിക്കുന്നത് ഭരണമുന്നണിയാണ്, അതുകൊണ്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ ഭരണമുന്നണി. അദ്ദേഹം പറഞ്ഞോളൂ. അതെ, അതുകൊണ്ട് ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് ഇംഗിതം നടപ്പാക്കാൻ ഞങ്ങൾ നിന്ന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് എന്താ വേണ്ടത്? മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് അകമ്പടി സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അതിൻ്റെ രണ്ട് സൈഡിലും, ആ വാഹനത്തിൻ്റെ രണ്ട് സൈഡിലും യാത്ര ചെയ്യും. ആ യാത്ര ചെയ്യുമ്പോൾ ഇപ്രകാരം ആരെങ്കിലും കരിങ്കൊടി കാണിക്കാനെന്ന വ്യാജേന മുട്ടയ്ക്കകത്ത് മുളക് പൊടിയാണെങ്കിലും അല്ല ബോംബാണെങ്കിലും അല്ല മറ്റേതെങ്കിലും തരത്തിലാണെങ്കിലും സുനിൽ കനകൂലു ഉപദേശിച്ചനുസരിച്ച് ഇറങ്ങിത്തിരിക്കുന്നു. ഇതിൽ കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലൊന്നുമല്ല, സതീശൻ്റെ നിയന്ത്രണത്തിലല്ല ഇവരാരും കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാക്കന്മാരുടെ നിയന്ത്രണത്തിലല്ല. എന്താണ് കേരളത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടതെന്ന് സുനിൽ കനകൂലു തീരുമാനിച്ചു വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ടീം, ഒരു മാനേജ്മെൻറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഓരോ ദിവസവും സംഭവങ്ങൾ തീരുമാനിക്കുന്നത്. കല്യാശ്ശേരിയിൽ ആരംഭിക്കാൻ അവരാ തീരുമാനിച്ചത്.
with MV Nikesh Kumar.